പക്ഷെ നമ്മൾ ഇതൊക്കെ പറഞ്ഞാൽ പോലും അവിടെ നടക്കുന്ന ഒരു യുദ്ധത്തിൽ എന്നതിലുപരി ഒരു പ്യുവർ ഗനോസൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബലമുള്ളവർ ബലമില്ലാത്തവരെ കീഴടക്കുന്നതാണ്. ഇത് ഇന്ന് തുടങ്ങിയല്ലോ, 47 തുടങ്ങിയല്ലേ. അതെ. പിന്നെ ഇപ്പൊ പുതിയൊരു കാര്യമല്ലല്ലോ. അല്ല, പക്ഷെ ഇപ്പൊ ഇത് ഇത്രയും ഒരു 10,000-കണക്കിന് ആളുകളിൽ മേളിൽ ഇപ്പൊ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ പോലും പല സോക്കോൾ സെലിബ്രിറ്റീസും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുന്നത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് അങ്ങനെ അവർ പ്രതികരിക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. രാഷ്ട്രീയം അറിഞ്ഞൂടെ സെലിബ്രിറ്റികളായിരിക്കുന്നവർ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ സിനിമാ താരങ്ങളെല്ലാം ആയിരുന്നുണ്ടല്ലോ ഏറ്റവും കൂടുതൽ വലിയ സെലിബ്രിറ്റികൾ. അവർക്ക് എന്ത് വിവരമാണുള്ളത്? ഞാനത് പറയാൻ കാരണം ഇപ്പോൾ ഒരു സെലിബ്രിറ്റി അക്കൗണ്ട് ആകുമ്പോഴേക്ക് അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേര് കാണും. അതുകൊണ്ട് അപ്പോൾ അവരുടെ പ്രതികരണം കാണുന്ന ഒരുപാട് ചായക്കടയിൽ പോയിട്ട് നിങ്ങൾ എന്താണ് വസ്ത്രം ചോദിക്കുന്ന പോലെ ഇവിടുത്തെ സെലിബ്രിറ്റി സിനിമകളിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികൾ. അറിയപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരെ ആളുകൾ ഫോളോ ചെയ്യുന്ന കാരണം കൊണ്ട് അവർക്ക് വിവരം വരത്തില്ല. തെറ്റായിട്ട് ധരിക്കാതെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ പ്രസിദ്ധരാകും. അതുവഴി അവർക്ക് എന്തെങ്കിലും അറിവ് കൂടുതൽ വരുമോ? രാഷ്ട്രീയമായ ധാരണകളുണ്ടാകുമോ? സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അപ്രയം എന്ന് പറഞ്ഞാൽ ലഭിക്കാതിരിക്കുന്ന, മറ്റുള്ളവർക്ക് കാണാൻ ഒക്കാതിരിക്കുന്ന ഒരാളായിട്ട് തുടരുന്നു എന്നുള്ളതേ അർത്ഥമുള്ളൂ. അവിടെ പുറകിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടായാലും യേശുദാസ് പാട്ട് പാടും. അത് കാരണം കൊണ്ട് അയാൾക്ക് പ്രത്യേകിച്ച് വിവരം വരുമോ? എന്തറിവുണ്ടാകും? അയാളുടെ എത്രയോ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നത്തില്ലേ? അതുകൊണ്ട് അറിയപ്പെടുന്നു എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, അത്രയേ ഉള്ളൂ. അടുത്തത് അതെന്താണ്? എന്ന് പറഞ്ഞാല് നോട്ട് നിരോധനത്തിന്റെ കാർട്ടൂണാണത്. അപ്പൊ നോട്ട് നിരോധനം നടത്തിയ സമയത്ത് എന്നെ 50 ദിവസം കഴിഞ്ഞാൽ കത്തിച്ചോളം, ഞാൻ ചെയ്തിരിക്കുന്ന കാര്യം അത്ര ശരിയാണെന്നൊക്കെ പറഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ ആ കാർട്ടൂണിനകത്ത് പറയുന്നത് എന്താണ്? November 8 ഞാൻ നിരോധിച്ചിരിക്കുകയാണെന്നാണ്. കാരണം ഇനി ഇത് ആളുകൾ ആലോചിക്കരുതെന്നാണ്. അപ്പൊ നമ്മൾക്ക് അറിഞ്ഞൂടെ നമ്മുടെ ജീവിതം കുട്ടിച്ചോറാക്കി തരുന്നതിന് ഇതിനപ്പുറത്തോട്ട് എന്ന് ഒരു ബഫൂൺ അല്ലെങ്കിൽ തുഗ്ലക്കൊക്കെ ഉണ്ടായെന്നൊക്കെ പണ്ട് പറയുന്നത് പോലെയാണ് ഈ അയാൾ ചെയ്തു വെച്ചത്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അയാളെ ശരിക്കും പറഞ്ഞ് ഇമ്പീച്ച് ചെയ്ത് ശിക്ഷിക്കേണ്ടതാണ്. ഈ ചെയ്തത്രയും ദ്രോഹം. എത്ര മനുഷ്യരുടെ ജീവിതം ദുസ്സഹമായ ഒരു ഇന്ത്യൻ എക്കോണമി കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ഒരു ഇന്ത്യൻ എക്കോണമിയാണ്, അതില്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ രണ്ടാമത് അത് റിവൈവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ആ സാധനത്തിനെ ഓർമ്മിപ്പിക്കേണ്ടത് അടുത്ത ഇലക്ഷന് ആ ആളുണ്ടാകാതിരിക്കേണ്ട ആവശ്യം നമ്മളാണ് തിരിച്ചറിയുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ആ കാർട്ടൂൺ ഇട്ടത്.